എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജി. ഞാൻ ഇതിന് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ രാജപുരം യൂണിറ്റ് പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസം കുവൈറ്റിലുള്ള എൻ്റെ മോനുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവൻ്റെ കൂട്ടത്തിൽ പഠിച്ച പല പിള്ളേരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയാനിടയായത്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് എല്ലാവരുടെയും ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരേണ്ട ചില കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വരുന്നത്. വലിയ വിദ്യാഭ്യാസം നേടിയ കുട്ടികളാണ്. MBA ഒക്കെ പഠിച്ചിട്ടുണ്ട് പിള്ളേർ. വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുണ്ട് ലക്ഷങ്ങൾ. വീട്ടിലുള്ള മാതാപിതാക്കളുള്ളതൊക്കെ വിറ്റ് പെറുക്കിയും പണയം എടുത്തും ഒക്കെ പിള്ളേരെ പഠിപ്പിച്ചു വലിയ പ്രതീക്ഷയോടെ. ഇന്ന് നമ്മുടെ ഗവൺമെന്റിന് പഠിച്ചു വന്ന എല്ലാവർക്കും ജോലി കൊടുക്കാൻ സാധിക്കില്ല, സമ്മതിച്ചു. പക്ഷേ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നേടി ഒത്തിരി കാലം കാത്തിരുന്ന് ഒരുപാട് പൈസകൾ അവർ പറയുന്ന മാനേജ്മെന്റ് സ്കൂളിലൊക്കെ പൈസയൊക്കെ കെട്ടിവെച്ച് ടീച്ചർ പദവിയിലൊക്കെ എത്തിപ്പെട്ട പിള്ളേർ ഇന്ന് പറയുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട്, ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവരൊക്കെ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രയാസപ്പെട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു പോയി, നമ്മുടെ നാട് ഇങ്ങനെയാണോ എന്നൊക്കെ. എന്താണെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സ്കൂളുകളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നവർക്ക് കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു തവണയായിരിക്കും ശമ്പളം കിട്ടുന്നത്. എന്തിനാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ മക്കളെ പഠിപ്പിച്ച് അവർക്കൊരു ജോലിയാക്കുന്നത് എന്തിനാണ്? ഒരു ജോലിയിൽ അവർ എത്തിപ്പെട്ടാൽ നമ്മുടെ കുടുംബം നോക്കും, അപ്പനെ അമ്മയും നോക്കും, അവരുടെ ജീവിത പ്രാരാബ്ധ ചെലവുകൾ നോക്കും, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കും. ആ വിശ്വാസമല്ലേ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നത്? ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെയല്ലേ? ഇന്ന് വിദ്യാഭ്യാസം നേടിയത് നമ്മുടെ മക്കള് ഒരു ജോലിയിൽ പ്രവേശിച്ചു എന്ന് കാണുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കും. നമ്മളൊരു ടീച്ചർ പദവിക്ക് വേണ്ടി ജോലിക്ക് ചോദിക്കുമ്പോഴേ എല്ലാവരും ലക്ഷങ്ങളാണ് ഇങ്ങോട്ട് ചോദിക്കുക. ഒരു മാനേജ്മെന്റ് സ്കൂളിലൊക്കെ 25 ലക്ഷം, 30 ലക്ഷം, 15 ലക്ഷം, 10 ലക്ഷം. എന്തിനാ? 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇല്ല, 25-30 ലക്ഷം രൂപ. എന്തിനാ ഈ 25-30 ലക്ഷം രൂപ? അവിടെ ഒരു താൽക്കാലികമായിട്ടെങ്കിലും അവിടെ ഒരു ടീച്ചർ ജോലിക്ക് വേണ്ടി പഠിച്ചിറങ്ങിയ പിള്ളേരുടെ സ്വപ്നമാണ് ഒരു ജോലി. മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും പ്രതീക്ഷയാണ് ആ പഠിച്ചിറങ്ങിയ മക്കള്. അവര് ഒരു ജോലിക്ക് പ്രവേശിക്കുന്നത് നോക്കിയിരിക്കുന്ന നാളുകളാണ് പിന്നീട് എണ്ണിയിരിക്കുന്ന ഓരോ കുടുംബത്തിലുള്ളവരും. അല്ലേ? ശരിയല്ലേ? അങ്ങനെ അവർ ജോലിയിൽ കയറി കഴിഞ്ഞാൽ വർഷത്തിൽ ഏതെങ്കിലും ഒരു സമയത്താണ് അവർക്കൊരു ശമ്പളം കിട്ടുന്നത്. അതുവരെ അവരെന്ത് ചെയ്യണം? നാട്ടുകാരോട് കടം ചോദിക്കണം, വീട്ടുകാരോട് ചോദിക്കണം, അവരുടെ ഡ്രസ്സിന്, എന്തിന് അവർക്ക് ഉപയോഗിക്കാനുള്ളതെല്ലാം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കൊടുത്തതുപോലെ തന്നെ ആ മക്കൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലും വേണം. ഇന്ന് എൻ്റെ ഒരു ചേച്ചിയുടെ മോന് ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. കൊല്ലത്തിൽ എപ്പോഴോ ഏതോ സമയത്ത് അവന് ശമ്പളം കിട്ടും എന്ന് പറയുന്നു. അവന്റെ അനിയൻ ഗാർമെന്റ്സ് ഫാക്ടറിയിൽ, അതേപോലെ ഗാർമെന്റ്സ് ഫീൽഡിൽ പഠിച്ച ജോലി ചെയ്യുന്നവനാണ്. അവൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നുണ്ട്. അവന്റെ ശമ്പളത്തിൽ നിന്ന് അവന്റെ ചേട്ടന് പോകാനും വരാനും ഉള്ളതും താമസിക്കാനും ഭക്ഷണത്തിനുള്ളതും ഒക്കെ അവൻ അയച്ചു കൊടുക്കുകയാണ്. ഞാൻ അതേപോലെ ഇനി ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഈ ഉന്നതമായിട്ട് വിദ്യാഭ്യാസം MBA ഒക്കെ പഠിച്ച 1-2 പിള്ളേർ, എൻ്റെ മക്കളുടെ കൂട്ടുകാരൊക്കെ 1-2 പിള്ളേർ 8000 രൂപ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്നെന്ന് കേട്ടു. ഒരു കടയിലൊക്കെ. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് മക്കളെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ പഠിപ്പിക്കുന്നത്? ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടു, കോടഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അലീന ബെന്നി എന്ന് പറഞ്ഞ ആ കൊച്ച് 5 വർഷക്കാലം ജോലി ചെയ്തിട്ടാണ് ശമ്പളം കിട്ടിയില്ല. അതിന്റെ കുടുംബം നോക്കാനോ അതിന്റെ സ്വന്തം കാര്യം നോക്കാനോ ഉള്ള കഴിവില്ലാതെ ജീവിതത്തിലെ എല്ലാ നിരാശകളും പേറി ആ കൊച്ചു അവസാനം എന്ത് ചെയ്തു എന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാലോ. അതെല്ലാം കഴിഞ്ഞപ്പം മാനേജ്മെന്റ് ജോലി സ്ഥിരപ്പെടുത്തുന്നു, അടുത്തതോ ശമ്പളം കൊടുക്കുന്നു. എന്തിന്? ആർക്ക് വേണ്ടി? എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നു. നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതലാണ് പ്രതീക്ഷയോടെ ഇന്നും നമ്മളെ ഒരുപാട് പൈസകൾ മുടക്കൊക്കെ പഠിക്കുന്ന പിള്ളേരും പഠിപ്പിക്കുന്ന മാതാപിതാക്കളും ഇതെല്ലാം കണ്ടും കേട്ടുമാണ് ഇരിക്കുന്നത്. എനിക്ക് ചിന്തിക്കാനും പറയാനും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അവസ്ഥകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും തോന്നുന്ന ഒരു സമയമാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വരുന്നത്. നമ്മൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്? ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയാൽ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് അരി സാധനങ്ങൾ, എൻ്റെ വീട്ടു ചെലവിനുള്ള വകകൾ, അല്ലാതെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ആരോഗ്യത്തിന് ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും, അവർക്ക് ഇടാനുള്ള ഡ്രസ്സ്, എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും വേണ്ടിയ ഡ്രസ്സ്, എനിക്കുള്ള ഡ്രസ്സ്, നമ്മുടെ കുടുംബത്തിന്റെ വീട്ടുകാര്യങ്ങൾ, ഇത്രയും കാര്യം നടത്താൻ വേണ്ടിയല്ലേ ഞാൻ ജോലിക്ക് പോകുന്നത്.
ഇന്ന് കൂലി വേല ചെയ്തിട്ട് വരുന്നവൻ അവനവന്റെ അരി സാധനങ്ങൾ മേടിച്ച് ഇന്ന് അവൻ വീട്ടിൽ വരും. ആ വരുന്നവൻ മറ്റൊരു ജോലിക്ക് പോകുന്ന ഒരാളിന് വൈകിട്ടാകുമ്പോഴത്തേക്ക് നാട്ടുകാരോടോ വീട്ടുകാരോടോ അയൽവക്കംകാരോടോ വണ്ടിക്കൂലിക്കോ ആഹാരത്തിനുള്ള വകയോ യാചിച്ച് കടം മേടിച്ചിട്ട് വരേണ്ട അവസ്ഥയാണ് ഉദ്യോഗമായിട്ട് നേടിയിട്ടുള്ള ഓരോ ആളുകളുടെയും. ടീച്ചർ അതുപോലുള്ള പദവിയിലിരിക്കുന്ന ആളുകൾ. നമ്മുടെ മക്കൾക്ക് 4 ലക്ഷം പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ സമൂഹത്തില് ദൈവത്തിന് തുല്യമായിട്ട് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന സ്ഥാനത്തുള്ള ടീച്ചർമാരായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളുകളുടെ സ്ഥിതിയാണിത്. എന്തിനാണ് കൊല്ലത്തിൽ ശമ്പളം കൊടുക്കുന്നത്? എന്തിനാ അങ്ങനെ ഒരു ശമ്പളം? എന്തിനാ? നമ്മൾ ഇന്ന് പണിയെടുത്താൽ ഇന്നത്തേക്കുള്ള ആവശ്യത്തിനാണ് നമുക്ക് പൈസ. ഒരു മാസം പോട്ടെ, ഒരു മാസം എങ്കിലും വട്ടം എത്തുമ്പോൾ ആ ശമ്പളം കിട്ടുമെങ്കിൽ ഒരു മാസം അവിടുന്ന് ഇവിടുന്ന് മേടിച്ചാൽ മതി, കൊടുത്തു തീർക്കാം. ഇത് കൊല്ലത്തിൽ പോലും ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ജോലി? എന്തിനു പഠിപ്പിക്കുന്ന നമ്മുടെ മക്കളെ? ഇത് ഞാനൊരു അച്ഛനാണ്, 2 മക്കളുടെ അച്ഛനാണ്. എനിക്കും എൻ്റെ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കും ഉണ്ടാകുന്ന ഉത്കണ്ഠയും വേവലാതിയും മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പങ്കുവെക്കുന്ന മറ്റുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ പലപ്പോഴും കണ്ടിട്ട്. ഞാൻ എത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ ബഹുമാനപ്പെട്ട നിയമപാലകരെ, ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിലാണ് അധികാരവും നിയമവും ഉത്തരവിടാനുള്ള എല്ലാം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിത് കാണാനും കേൾക്കാനും സഹിക്കാനും മാത്രമേ പറ്റുള്ളൂ. ദയവ് ചെയ്ത് ഇത് സംബന്ധപ്പെട്ടൊരു പഠനം നടത്തുകയും ആ വിദ്യാഭ്യാസം നേടിയിട്ട് വരുന്ന ആളുകൾക്ക്, നമ്മുടെ മക്കൾക്ക്, അവർക്ക് നാളെ അവരുടെ ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ അവർക്ക് മാസത്തിൽ ശമ്പളം കിട്ടാനുള്ള ഒരു വഴിയും ദയവ് ചെയ്ത് നമ്മുടെ നിയമപാലകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമേ എന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം എന്തിനാ? എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ വരും തലമുറയ്ക്ക്, നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി ജോലി ചെയ്ത് സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു ദിവസത്തെ ഒരു 50 രൂപയ്ക്ക് വേണ്ടി അയൽക്കാരൻ്റെയോ ചേട്ടന്റെയോ അനിയന്റെയോ അനിയത്തിയുടെയോ അപ്പന്റെയോ അമ്മയുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഈ 10, 28, 30 വയസ്സായ നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവർക്ക് ജോലി ചെയ്തതിന്റെ അർഹതപ്പെട്ട ശമ്പളം അവർക്ക് മാസത്തിൽ കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട നിയമപാലകര് ഒന്ന് ചിന്തിക്കുകയും ഒരു വീണ്ടും വിചാരത്തോടെ അതിനൊരു നിയമം കൊണ്ടുവരികയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു. താങ്ക് യു.